2,10,000 തുടക്കത്തിൽ പല ആഴ്ചകളിലൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയി 2013 മുതൽ 2014, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 ചില ആഴ്ചകളിലൊക്കെ 10 കോടി ബിസിനസ് കൂടിയൊക്കെ വന്നിട്ടുണ്ട്. വീക്ക്ലി ഇൻകം പല ഐഡികളിലൂടെ ഉണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇത് രണ്ടാമത്തത് മന്ത്ലി ഇൻകമാണ്. എൻ്റെ ക്രൗൺ ഡയമണ്ട് ഐഡിയിലുള്ള മന്ത്ലി ഇൻകമാണ്. ആദ്യം തുടങ്ങിയത് വെറും 39,000 രൂപയായിരുന്നു. ഇത് വളർന്നു വന്ന് 3,92,000, 7 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 34 ലക്ഷം ഇങ്ങനെയൊക്കെ മന്ത്ലി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 7-8 വർഷം എടുത്താൽ ശരാശരി ഒരു മാസത്തിൽ 65 ലക്ഷം രൂപയ്ക്ക് മേലെ മേടിച്ചുകൊണ്ടാണ് ഏറ്റവും ടോപ്പ് ഇൻകം വന്നിരിക്കുന്നത് ഒരു മാസത്തിൽ 90 ലക്ഷത്തിന് മേലെ വന്നിട്ടുണ്ട്. ഇത് ബിസിനസ് സമയത്ത് കിട്ടിയ വരുമാനമാണ്. നിങ്ങൾക്ക് കാണാം, ഇത് ലീഗൽ മണിയാണ്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഒരു വർഷത്തിൽ ശരാശരി 1.25 കോടി 2 കോടിക്ക് പുറത്ത് ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്. 2.5-3 കോടിക്കടുത്ത് ഏകദേശം ഞാൻ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വരാൻ പറ്റിയ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇത് ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു പോകാം. ഓരോ ക്വാർട്ടറിലും വരുന്ന വരുമാനമാണ് 1.39, 1.47, 1,78 ലക്ഷം, 1,99 ലക്ഷം, 2,05 ലക്ഷം ഒക്കെ ഒരു ക്വാർട്ടർ കൊണ്ട് വന്നിട്ടുള്ള വരുമാനമാണ്. നിങ്ങൾക്ക് കാണാം, ഇത് എൻ്റെ പേരിൽ മാത്രം വന്ന വരുമാനങ്ങളാണ്. ഓരോ വർഷത്തിൽ ഞാൻ കൊറോണ സമയത്തൊക്കെ വന്ന സമയത്ത് ഞാൻ നോക്കി, ഒരു വർഷം കൊണ്ട് കൊറോണ പീരീഡ് വന്ന സമയത്ത് എല്ലാ ബിസിനസ്സുകളും തകർന്നപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഒരു വർഷം കൊണ്ട് മൈലേജ് ഫ്യൂല് കിട്ടിയ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ വർഷം കൊണ്ട് 43 ലക്ഷം രൂപയുടെ ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ ടാർഗറ്റ് എന്ന് പറഞ്ഞ ബിസിനസ്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. ഒരു മാസത്തിൽ 3 കോടിക്ക് മേലെ മൈലേജ് ഫ്യൂലിൽ നിന്നും വരുമാനം വാങ്ങിക്കുക. 2027 ഞാൻ വെച്ചിരിക്കുന്നത് ടാർഗറ്റ്. 25 lakh പ്ലസ് മന്ത്ലി റെന്റൽ ഇൻകം എൻ്റെ പ്രോപ്പർട്ടികളിൽ നിന്ന് വരണം. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 കോടിക്ക് പുറത്ത് ഒരു മാസം ഇൻകം ടാക്സ് കൊടുക്കണം. പിന്നെ എൻ്റെ ഫാദറും അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ പല ആൾക്കാരും മരണപ്പെട്ടത് പാർക്കിൻസോണിസം, അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് പുതിയ എന്തെങ്കിലുമൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് സാറിനെ അയ്യോരാകെ പഠിപ്പിച്ചു. ഞങ്ങൾ യാത്ര ചെയ്ത സമയത്ത് തമാശകളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സ്വിമ്മിങ്, ഗോൾഫ്, ഇങ്ങനെയൊക്കെ പല നമ്മുടെ ഓരോരോ സ്വപ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ കുറേശ്ശെ സാധിക്കുന്നവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ 20 രാജ്യങ്ങളൊക്കെ 2027 കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ടാർഗറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 2027-29 മടക്കി ദുബായിൽ സ്വന്തമായ ഒരു സീസൈഡ് വില്ല വാങ്ങണമെന്ന ടാർഗറ്റ് ഉണ്ട്. 2031 അമേരിക്കയിൽ ഒരു പുതിയ മാൻഷൻ വാങ്ങണമെന്ന് പ്ലാൻ ചെയ്യുന്നു. ആ സമയത്തൊക്കെയാണ് മക്കളൊക്കെ എവിടെയെങ്കിലും സെറ്റിൽ ആവുക. ഇതെന്റെ പുതിയ കൊമേഴ്സ്യൽ കോംപ്ലക്സ് ആണ്. അതിന്റെ പ്ലാൻ അപ്രൂവൽ, ഹൈവേയുടെ സൈഡിലൊക്കെ പ്ലാൻ അപ്രൂവൽ ആക്കണമെങ്കിൽ ഇച്ചിരി ടഫാണ്. ഹൈവേ എന്നുള്ള പ്ലാനൊക്കെ കിട്ടണം. ആ ഏരിയയുടെ മൊത്തം പ്ലാൻ വരച്ചു കൊടുക്കണം. അതൊക്കെ പുതിയ റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മിക്കവാറും 1-2 മാസത്തിനുള്ളിൽ ഇതിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 8 മാസം കൊണ്ട് ഇതൊക്കെ പൂർത്തിയാകും. പൂർത്തിയായാൽ 5-6 ലക്ഷം രൂപ മാസം വരുമാനം റെന്റ് കൂടും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. എന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ 1001 ബ്രാൻഡ് ന്യൂ സീലിംഗ് അച്ചീവേഴ്സിനെ സാധിക്കുമെങ്കിൽ 2027 ക്രിയേറ്റ് ചെയ്യുക. അത് 210 പേര് പെർമനന്റ് സീലിംഗ് അച്ചീവർ ആയിരിക്കണം. അങ്ങനെ ബിസിനസ് ഇന്റർനാഷണലി ഡെവലപ്പ് ചെയ്യണം പല രാജ്യങ്ങളിൽ. അങ്ങനെ പല രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുമ്പോൾ എന്റെ സൗകര്യത്തിന് യാത്ര ചെയ്യാൻ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ജെറ്റ് വേണ്ടി വരും. ഇതൊക്കെ ഈ ബിസിനസ് ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള ചില കാര്യങ്ങൾ ഇത് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. നമുക്കിപ്പോൾ സമയക്കുറവുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ഒരുപാട് ചലഞ്ചസ് വരും. നേരത്തെ നമ്മുടെ വീഡിയോയിലും APJ അബ്ദുൽ കലാമിന്റെ ശബ്ദത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ചലഞ്ചസും പ്രോബ്ലവും ഒക്കെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ വിജയം. അതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് നമ്മുടെ കഴിവുകൾ, വീക്ക്നെസ് കഴിവുകേടുകൾ, നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ. ഇതിന് SWOT അനാലിസിസ് എന്നാണ് പറയുക. ഓരോ 6 മാസം കൂടുന്തോറും ഈ SWOT അനാലിസിസ് നമ്മൾ ചെയ്യണം. എങ്കിലേ നമുക്ക് ഗ്രോ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് പല ലീഡേഴ്സിനുള്ള ഒരു പ്രശ്നം, ഒരു RTC ആയി, NTC ആയി, CTC ആയി, അപ്പൊ ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാകും. അവിടുന്ന് നമ്മുടെ ഗ്രോത്ത് താഴത്തേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവരുത്. ഇന്ന് ഒരു പുതിയ തുടക്കമായി നിങ്ങൾക്ക് കാണാൻ പറ്റണം. വരുമാനത്തിൽ സംതൃപ്തനാവരുത്, കണ്ടന്റഡ് ആവരുത്. ഫുൾ ഫയറിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയണം. നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യാൻ കഴിയണം. അതുപോലെ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനെ കുറിച്ചും ലക്ഷ്യങ്ങൾ വെക്കുന്നതിനെ കുറിച്ചും ഞാൻ പറഞ്ഞു. 100% ഫെയ്ത്ത് ഓൺലി വിൽ ഹെൽപ്പ് യു, 100% റെസ്പോൺസിബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബിസിനസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഹൈ ഇൻകം പൊട്ടൻഷ്യൽ ബിക്കോസ് ഓഫ്
multiplication of time and skill and passive income because of duplication. ഈ ബിസിനസ് ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ്സാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ കാര്യങ്ങൾ സക്സസ്ഫുൾ ആയി ചെയ്യുമ്പോഴാണ് നമ്മൾ വലിയൊരു അച്ചീവർ ആകുന്നത്. ഞാനൊരു ചാർട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ചാർട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. നമ്മൾ വേറൊരു പ്രൊഫഷനിൽ പോകുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു വർഷം കൊണ്ട് ഒരു മാസത്തെ സാലറി 50,000 ആണെന്ന് ഇരിക്കട്ടെ. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. കഴിവുള്ളവർക്ക് വളർത്തി 5,000, 10,000, 50,000 വരെയൊക്കെ എത്തിക്കാം ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ സാധാരണ മേഖല നമുക്ക് 55,000 രൂപ വരുമാനം തരുമ്പോൾ ഇവിടെ അത് വളർന്ന് 1 ലക്ഷമാകാം. അങ്ങനെ 6 വർഷം കഴിയുമ്പോൾ ട്രഡീഷണൽ മേഖലയിലുള്ള ഒരു ജോലിയിലോ ബിസിനസ്സിലോ നമ്മുടെ വരുമാനം 1 ലക്ഷത്തിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ 10 ലക്ഷത്തിലേക്കൊക്കെ എത്താം. പിന്നെ ഇതിന്റെ ഒരു ഗ്രോത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ടീം സെറ്റായി വരുന്നത് വരെ നമ്മുടെ ഇൻകം സ്റ്റെബിലൈസ്ഡ് ആവില്ല. ടീം സെറ്റ് ആവുന്നത് നമ്മൾ മാത്രം വിചാരിക്കുന്നത് കൊണ്ടല്ല. നമ്മുടെ ടീമിൽ കഴിവുള്ള ആളുകളെ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ അവർ ഉത്തരവാദിത്വം എടുക്കുമ്പോഴാണ് ടീം സെറ്റായി വരുന്നത്. ചിലവർക്ക് പെട്ടെന്ന് നടക്കും, ചിലർക്ക് അല്പം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എത്രമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ അത്രമാത്രം മികച്ച ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ 2.5 വർഷത്തിലധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞാൽ കടകൊണ്ട നിഗങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തു നിന്നാണ് എനിക്ക് ഗ്രോത്ത് തുടങ്ങുന്നത്. തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഫാസ്റ്റ് ആയിട്ടാണ് കയറിയത്. ആ സിറ്റുവേഷനൊക്കെ മനസ്സിലായതുകൊണ്ട് ഞാൻ കഠിനാധ്വാനം ഒരുപാട് ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഇവൻ എൻ്റെ ഫാമിലിയിൽ എവിടെയെങ്കിലും ഒരു കല്യാണമോ മരണമോ ഒന്നും വന്നാൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഈ ബിസിനസിന്റെ പവറാണ്. ഞാൻ പ്രത്യേകം പ്രസാദ് സാറിനെ അപ്രീഷിയേറ്റ് ചെയ്തു, വിജയൻ മാഷിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് പ്രസാദ് സാറിന് ഒരു കോൾ വരുന്നത്. സാറിന്റെ അച്ഛന്റെ അനിയന്റെ വൈഫ് ഇന്നലെ മരണപ്പെട്ടു. എന്നിപ്പോൾ അടക്കം ഒരു പക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഇവിടെ ഇരിക്കുക. മരണാനന്തര ചടങ്ങുകൾക്ക് പോലും പോകാൻ പറ്റിയിട്ടില്ല. കാരണം സാറിന്റെ ഇത്രയും ടീം ഇവിടെ വരുമ്പോൾ ഈ പ്രോഗ്രാമിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ്. ഞാൻ ഇതൊക്കെയാണ് വിജയിക്കുന്ന ലക്ഷ്യം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വലിയ വലിയ ഫ്യൂച്ചറാണ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെയൊക്കെയാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ്. ഞാൻ കാണുന്ന സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലൈഡാണ്. നിങ്ങൾ ഇതിൽ എത്രത്തോളം ശക്തമാണോ അവിടെയാണ് നിങ്ങളുടെ ടീം എത്ര ശക്തമാണോ അവിടെയാണ് നിങ്ങളുടെ വിജയം. ലിസ്റ്റ് മേക്കിംഗ് ആൻഡ് സെലക്ഷൻ, പ്ലാൻ പ്രസന്റേഷൻ, ക്ലോസിംഗ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ. നിങ്ങൾ പുതിയ പുതിയ ടീം ഉണ്ടാക്കുക, പുതിയ പുതിയ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുക, പുതിയ പുതിയ ഏരിയാസ് ബിൽഡ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു 5 പേര് നിങ്ങൾ 2 ഓർഗനൈസേഷനിൽ ശക്തമായി നിൽക്കുന്നു. അവർ 10,000 ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ വരുമാനം ഒരു 6,000 രൂപയിലെത്തും. ഇതേ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നു. 9ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ 2 ഓർഗനൈസേഷൻ ഒരു 200 പേര് ശക്തമായി നിന്നാൽ ഒരു 10,000 ബിസിനസ് വോളിയം കൊണ്ടുവന്നാൽ നിങ്ങൾ സീലിംഗ് അച്ചീവ് ആവും. ആ 200 പേരെ കൊണ്ടുവന്ന് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു ടീമാണ്, ഒരു ടീം വർക്കാണ്. ആദ്യം ഒരു 10 പേരെയോ 100 പേരെയോ 500 പേരെയോ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. ആദ്യത്തെ 1 കോടി രൂപ മൈലേജ് ഫീയോട് സമ്പാദിക്കാൻ പ്രയാസമാണ്, 10 കോടി സമ്പാദിക്കാൻ എളുപ്പമാണ്. അതാണ് മൈലേജ് ഫീയുടെ വളർച്ച. നിങ്ങൾക്ക് അങ്ങനെ വലിയ വിഷൻ ഉണ്ടോ? അതാണ് ഏറ്റവും പ്രധാനം. ഇനി ബിസിനസിന്റെ ടേൺ ഓവർ കൂടെ നിങ്ങൾക്കറിയാം. റീപർച്ചേസിലൂടെയും റീറ്റെയിലിലൂടെയും റിക്രൂട്ട്മെന്റിലൂടെയാണ് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ വരേണ്ടത് പുതിയ ആളുകൾ ബിസിനസ്സിലേക്ക് കടന്നു വരിക, റിക്രൂട്ട്മെന്റ്. ദാറ്റ് മീൻസ് അവരിൽ 25,000-30,000 അക്കാഡമി നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക, കസ്റ്റമറിനെ ബിൽഡ് ചെയ്യുക, പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുക. അപ്പൊ ടീമിലെ ഫീൽഡ് വർക്ക്, ഹോം മീറ്റിംഗുകൾ അതിശക്തമാണ്. വീക്ക്ലി മീറ്റിങ്ങുകളിൽ എല്ലാവരും ഗസ്റ്റിനെ കൊണ്ടുവരണം. വന്നാൽ 24 ഹവേഴ്സിനുള്ളിൽ സെയിൽസ് ക്ലോസിംഗ് നടത്തണം. സെയിൽസ് ക്ലോസിംഗ് നടത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ ബേസിക് ട്രെയിനിങ് കൊടുക്കണം. എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണം. ഇങ്ങനെ ചെയ്തെങ്കിലേ നെറ്റ്വർക്ക് ഗ്രോ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ടേൺ ഓവർ ഉണ്ടായി. നിങ്ങൾ നോക്കുക, 100 പേര് ഒരു 10,000 ബിസിനസ് വോളിയം പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് 10 ലക്ഷം വോളിയം നിങ്ങൾക്ക് ഒരു മാസത്തിലാണെങ്കിൽ പോലും വരാം. റീറ്റെയിലിംഗിൽ ഒരു 10,000 ബിസിനസ് വോളിയം ചെയ്യുന്ന 100 പേരുണ്ടെങ്കിൽ 10 lakhs ബിസിനസ് വോളിയം അങ്ങനെ വരാം. ഒരു 5 സ്പോൺസറിങ് പുതിയ ആൾക്കാരെ 10,000 ബിസിനസ് വോളിയം നിങ്ങളുടെ ടീം കൊണ്ടുവരുന്നത് 100 പേർ നിങ്ങൾ ടീമിലുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് 50 lakhs ബിസിനസ് വോളിയം വരാം. അങ്ങനെ 100 പേരുടെ കുറച്ച് ടീം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസത്തിൽ 1 കോടിയൊക്കെ ബിസിനസ് വോളിയം ചെയ്യാം. എല്ലാ ആഴ്ചയിലും സീലിംഗ് ആയിട്ട് നിൽക്കാം. നെറ്റ്വർക്ക് ഗ്രോ ചെയ്യുന്നതാണ് നിങ്ങളുടെ ശക്തി എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഈ പ്രോഗ്രാമിൽ ഞാൻ വരാനുണ്ടായ കാര്യം തന്നെ SITയുടെ ഫ്യൂച്ചർ ഇവന്റ് ആണ്. ദാറ്റ് ഈസ് സൺഷൈൻ. അത് നടക്കുന്നത് സരോവരം കാലിക്കറ്റിലുള്ള ട്രേഡ് സെന്റർ. അവിടെ ആദ്യത്തെ പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്തത് നമ്മളാണ്. ബ്രഹ്മരം പ്രോഗ്രാം നമ്മൾ അവിടെ ചെയ്തിരുന്നു, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം. അന്നത്തെ പ്രോഗ്രാമിൽ പുതിയ ഡിസ്ട്രിബ്യൂട്ടറായി കാഴ്ചക്കാരായി വന്ന ആളുകളാണ് ഞങ്ങളുടെ ടോപ്പ് അച്ചീവേഴ്സ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലെ MC ആയിരുന്നു സുധീർ സാറ്. അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും ടോപ്പ് അച്ചീവറായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം.